ഋഷി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വാൽപ്പാറയിലാണ്. വാൽപ്പാറയിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം കേട്ടോ. അത്യാവശ്യം തണവും കാര്യങ്ങളൊക്കെ ഉണ്ട് വാൽപ്പാറയിൽ, നല്ല കാറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ വൺ ഡേ ട്രിപ്പാണ് കേട്ടോ നമ്മൾ പോണത്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ നേരെ അതിരപ്പള്ളി വാഴച്ചാലി കൂടിയിട്ടാണ്, ആ റൂട്ട് കൂടിയാണ് പോണത്. വൺ ഡേ ട്രിപ്പ്. ആ റൂട്ട് ഭയങ്കര രസമായിട്ടുള്ള റൂട്ടാണ്. അപ്പോൾ നമ്മൾ ഓഫീസിലെ സ്റ്റാഫുകളൊക്കെ കിടക്കാണ് പോണത്. അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ മലക്കപ്പാറയിലെത്തി. അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ആണ് നമ്മൾ പോണത്. പോണ വഴിക്ക് ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ആനേനെ കാണാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ ലക്ക്. ഞാൻ എത്ര നാളും ആ റൂട്ട് പോയിട്ട് ആനേനെയൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ പോണത് ഷോളയാർ ഡാമിലേക്കാണ്. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിൽ ഷോളയാർ ഡാമിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ പൊതുവേ കുറവാണ്. തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, ടൂറിസ്റ്റുകളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഗ്രൂപ്പായിട്ട് വന്നിട്ടുള്ളത്. വ്യൂവും ഇതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലാണ് കേട്ടോ. അവിടെ നിൽക്കാൻ പറ്റണില്ല, ഭയങ്കര വെയിലാണ്. വെയിൽ കാരണം ഡാമിൻ്റെ എൻട്രിയിലേക്ക് കടക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. പിന്നെ അവിടെ ഫ്രണ്ടിൽ നമ്മൾ കടച്ചിലിനോട് തന്നെ ഡാമിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട് സർക്കാരിൻ്റെ വികസനങ്ങളൊക്കെ ശരിക്കും നമുക്കിതിൽ കാണാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡാമിൽ വെള്ളം കുറവായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഡാമിൽ പണി നടക്കുന്നുണ്ട്. പിന്നെ പൊതുവെ ടൂറിസ്റ്റുകൾ കുറവായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഡാം നിറഞ്ഞു കിടന്നിരുന്ന സമയമായിരുന്നു. അന്ന് വന്നിട്ട് ഞങ്ങളൊരു 2 മണിക്കൂർ ഇവിടെ പെട്ടുപോലൊരു സ്ഥലമായിരുന്നു. ഒരു ആവശ്യത്തിന് പോലും നമുക്കിവിടെ ആൾക്കാരെ എത്തിപ്പെടാൻ എളുപ്പമുള്ള സ്ഥലമല്ല. ഡാമിൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ വ്യൂ ആണ് അന്ന്. ഇന്നിപ്പോൾ വെള്ളം ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ വെള്ളം കുറവുള്ളത് കാരണം ഉള്ളിൽ പണികൾ നടക്കുന്നുണ്ടായിരുന്നു നല്ലപോലെ. അവിടെ ഒരുപാട് ഡാമിലത്തെ ജോലിക്കാരായിട്ടുള്ള ആൾക്കാരുള്ള അവിടെ എന്തൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് നമുക്ക് റിജക്റ്റഡ് ഏരിയ ആയാലും നമുക്ക് കണ്ട് കിടക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ വാൽപ്പാറയ്ക്ക് പോകാമെന്നുള്ളൊരു തയ്യാറെടുപ്പ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തേക്ക് അങ്ങനെ എല്ലാവരും നടന്നു തുടങ്ങി. പിന്നെ അവിടെ പുറത്ത് വന്നപ്പോൾ ഒരു ചേച്ചി ഇങ്ങനെ അവരെ സ്ഥിര വരുമാനമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ ചാമ്പിക്ക് അതുപോലെ തന്നെ അപ്പോൾ ഈ ടൂറിസ്റ്റുകളെ കേന്ദ്രീകരിച്ചിട്ടാണ് അവിടെയുള്ള ആൾക്കാരുകളെ ജീവിതമൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബസ് ഇതാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള വ്യൂ അസാധ്യ വ്യൂ ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലവും മൊത്തത്തിലൊരു നല്ല വൈബായിരുന്നു. തണവിൻ്റെ ഒരു ചെറിയൊരു കുറവുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് നമുക്കത് ഫീൽ ചെയ്തിരുന്നില്ല. ഉള്ളിൽ നല്ല മേളമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ പാട്ടും തിരക്കും ഗേറ്റ് ബസ്സിൽ നല്ല വൈബായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളതിന് ശേഷം പിന്നെ അടുത്ത വ്യൂ പോയിന്റിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ സ്ഥലത്തിനെ പറ്റി എനിക്ക് വ്യക്തമായ ധാരണകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, നമുക്ക് അവിടേക്ക് പോവാം, കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെയുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടേക്ക് പോകുന്നത്. വെള്ളം അടിപൊളി വെള്ളമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല തെളിഞ്ഞ വെള്ളമാണ്. തമിഴ്നാട്ടിൽ പോയിട്ട് ഇത്രയും നീറ്റായിട്ടുള്ള വെള്ളം കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഒരു ഫോട്ടോ പോയിന്റ് ഉള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് ഒരുപാട് സ്റ്റിൽസും കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊന്നും ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. കുറേ സ്റ്റിൽസുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പിന്നെ നമ്മൾ അപ്പുറത്തേക്ക് കിടക്കുകയുണ്ടായത്. തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറി അതിൻ്റെ മുകളിലേക്ക് സ്റ്റെപ്പും കാര്യങ്ങളുണ്ട്. പഴയ കാലത്ത് ബ്രിട്ടീഷുകാർ എത്ര കൊല്ലം മുന്നേ നട്ടിട്ടുള്ള സംഭവങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കുറ്റിച്ചെടികളായിട്ടുള്ള തേയിലത്തോട്ടങ്ങളാണ് ഉണ്ടാവുക. നമ്മളതിൻ്റെ സ്റ്റെപ്പ് കയറി മുകളിൽ പോയി. അപ്പോൾ മുകളിൽ കുറച്ച് സ്റ്റാഫുകൾ മുകളിലേക്ക് ആദ്യമേ കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുകളിലേക്ക് അധികം വലിയ കയറിയില്ല. അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോസുകളൊക്കെ എടുത്ത് പതുക്കെ നമ്മൾ വീണ്ടും താഴത്തേക്ക് ഇറങ്ങാണ്ടായത്. അപ്പോൾ അവിടുത്തെ ഭംഗി എന്ന് പറഞ്ഞാൽ അസാധ്യ ഭംഗിയായിരുന്നു. മുകളിൽ നിന്നിട്ട് നമ്മൾ താഴോട്ട് നോക്കുമ്പോഴൊരു വ്യൂ അസാധ്യമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് വേറൊരു ഹെയർ പിന്ന് കയറി തുടങ്ങിയിട്ടുള്ളൊരു വ്യൂവിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴും ഇവിടെ ചെന്നപ്പോൾ അസാധ്യമായിട്ടുള്ള തണവുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് വന്നപ്പോൾ നമുക്ക് കോട കിട്ടിയത് ഇവിടെ നിന്നാണ് കിട്ടിയത്. അപ്പോൾ അവിടെ നിന്ന് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചു. പിന്നെ അതുപോലെ തന്നെ മുകളിൽ ഒരു ബ്രിട്ടീഷുകാരൻ്റെ പ്രതിമ അങ്ങനെ കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വണ്ടിയിലേക്ക് നേരെ പോകണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം വണ്ടിയിൽ നല്ല ആഘോഷമായിരുന്നു. അപ്പോൾ അന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.